മത്സ്യവും ഇറച്ചിയും ഒക്കെ കിട്ടുന്ന ഇവിടത്തെ മാർക്കറ്റാണിത്. എത്ര വൃത്തിയോടെയാണ് ഈ മാർക്കറ്റ് പരിപാലിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇതൊരു കുഞ്ഞു പട്ടണമാണ്, എങ്കിലും ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ് പോലും പ്രൗഢഗംഭീരമാണ്. ഹൈവേക്ക് ഇരുകരകളിലുമായി നീളത്തിൽ കിടക്കുന്ന വൃത്തിയുള്ള ഈ കുഞ്ഞു പട്ടണം നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇന്റർലോക്ക് പാകിയ റോഡിന്റെ ഇരുവശവുമുള്ള നടപ്പാതകൾക്ക് അതിരിട്ടുകൊണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വേലിയും കാണാം. വേലിയിൽ പൂത്തുനിൽക്കുന്ന പൂക്കളും അലങ്കാരച്ചെടികളും ഈ കുഞ്ഞു പട്ടണത്തെ അതിമനോഹരമാക്കുന്നു. ഞാൻ നടപ്പാതയിലൂടെ മുന്നോട്ട് നടക്കുകയായി. ഒരിടത്തും ഒരു കടലാസ് തുണ്ടുപോലും കാണാനില്ല. തുപ്പിയാലോ ചപ്പുചവറുകൾ വലിച്ചെറിഞ്ഞാലോ ഫൈൻ ഈടാക്കുമെന്നുള്ള ഒരു ബോർഡും ഒരിടത്തും കണ്ടില്ല. എന്നിട്ടും ഈ പട്ടണം എങ്ങനെ ഇത്രയും വൃത്തിയുള്ളതായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വീടുപോലെ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർ തന്നെ പറയണം. കേരളത്തിലെ ഏത് നാട്ടുകാർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഈ നാടിന്റെ പേരാണ് കോളയാട്. കോളയാട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മാനന്തവാടി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ മാനന്തവാടിയിലേക്ക് ഏകദേശം 48 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലേക്ക് ഏകദേശം 18 കിലോമീറ്ററും പേരാവൂരിലേക്ക് 10 കിലോമീറ്ററുമാണ് ദൂരം. പട്ടണത്തിന്റെ ഒത്ത മധ്യത്തിലായാണ് ഈ കാണുന്ന ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. കോളയാട് എന്ന കുഞ്ഞു പട്ടണത്തിന്റെ പ്രധാന ജംഗ്ഷനാണിത്. ഇവിടെ മനോഹരമായ ഒരു ബസ് സ്റ്റോപ്പും കാണാം. ബസ് സ്റ്റോപ്പിന്റെ തൊട്ടുപുറകിലായി ഒരു പൊതു ശൗചാലയവും ഉണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഈ നാട്ടുകാർ ചെയ്യുന്നില്ല എന്നതിനുള്ള ഉദാഹരണമാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ. ആരോഗ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി ഒരു മിനി സ്റ്റേഡിയവും പട്ടണമധ്യത്തിലുണ്ട്. കേരളത്തിലെ മിക്ക പട്ടണങ്ങളും ഗ്രാമങ്ങളും മഴക്കാലത്ത് കൂടുതൽ വൃത്തികേടാവാറാണ് പതിവ്. മഴവെള്ളത്തോടൊപ്പം ഒഴുകിവരുന്ന ചപ്പുചവറുകളും ചെളിയുമൊക്കെയായുള്ള ഒരു വൃത്തികെട്ട അവസ്ഥ പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ കോളയാട് മഴക്കാലത്തും അതിസുന്ദരമാണ്. രാജ്യത്തെ എല്ലാ പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും മാതൃകയായി കോളയാട് വളരുകയാണ്.